ഹലോ ഗുട്ടൻ ടാഗ്. സോ A2 എന്ന് പറയുന്ന ജേർണിയിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതാണ് കണക്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഇനി ഈ കണക്റ്റേഴ്സ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറേ ആളുകൾ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് റിലാറ്റീവ് സാറ്റ്സ്. എന്നാൽ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാറ്റീവ് സാറ്റ്സ് അത്ര ബുദ്ധിമുട്ടല്ല. വെൽക്കം ബാക്ക് ടു ഏത് വീട്ടിലും ജർമ്മൻ പഠിക്കാം എപ്പിസോഡ് നമ്പർ 5. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റിലാറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് ഈ റിലാറ്റീവ് സാറ്റ്സ് എന്ന് മനസ്സിലാക്കാനും ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിലും കൺഫ്യൂസ്ഡ് ആണ്. സോ റിലാറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ശരിക്കും ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബട്ട് ഇതിന് നിങ്ങൾ പഠിക്കേണ്ടത് റിലാറ്റീവ് പ്രൊണോമൻ്റെ ടേബിളാണ്. റിലാറ്റീവ് പ്രൊണോമൻ്റെ ടേബിൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ റിലാറ്റീവ് സാറ്റ്സ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ റിലാറ്റീവ് പ്രൊണോമൻ്റെ ടേബിൾ എന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ റിലാറ്റീവ് സാറ്റ്സ് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടത് റിലാറ്റീവ് പ്രൊണോമൻ്റെ ടേബിളിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത്. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക് റിലാറ്റീവ് സാറ്റ്സ്. സോ ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടായിരിക്കും എന്താണ് റിലാറ്റീവ് സാറ്റ്സ്. ഓക്കെ, അപ്പോൾ റിലാറ്റീവ് സാറ്റ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഹുക്ക് റിലാറ്റീവ് പ്രൊണോമൻ്റെ ടേബിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ബട്ട് റിലാറ്റീവ് സാറ്റ്സ് എന്നുള്ള ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ റിലാറ്റീവ് സാറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പെന്നിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഇസ് മൈ പെൻ, ദ കളർ ഓഫ് ദ പെൻ ഇസ് വൈറ്റ്, ദ പെൻ ഇസ് വെരി ടൈനി. ഇങ്ങനെ ദ പെൻ എന്നുള്ളത് എല്ലാ സെൻറ്റൻസിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ കുറിച്ചിട്ട് പറയുകയാണ്, ദാറ്റ് ഈസ് മൈ ടീച്ചർ, ഹി കംസ് ഫ്രം കേരള, ഹി ലീവ്സ് ദർ, ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഇതൊരു ശരിക്കും A1 ലെവൽ കൈൻഡ് ഓഫ് ടോക്കിംഗ് ആണ്. അതായത് ഹി കംസ് ഫ്രം കേരള, ഹി ഡു ദിസ്, ഹി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു A2 അല്ലെങ്കിൽ B1 ലെവലിൽ എത്തുന്ന ഒരാൾക്ക് അറിയേണ്ടതാണ് ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഇതെങ്ങനെ കോംപ്ലക്സ് ആയിട്ട് ഒരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് പറയാന്നുള്ളത്. അപ്പോൾ സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു 2-3 സെൻറ്റൻസ് പറയുന്ന സമയത്ത് അതെങ്ങനെ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് ഒറ്റ സെൻറ്റൻസിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇതാണ് റിലാറ്റീവ് സാറ്റ്സ്. സബ്ജക്റ്റിൻ്റെ റിപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമറാണ് റിലാറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് റിലാറ്റീവ് സാറ്റ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ ദാറ്റ് ഈസ് മൈ ടീച്ചർ ഹു ടോട്ട് മീ ജർമ്മൻ, ഹു വർക്ക്സ് ഇൻ കാലിക്കറ്റ്. ഓക്കെ, സോ ഞാനിവിടെ ആളെ കുറിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് മൈ ടീച്ചർ ഹു ടോട്ട് മീ ജർമ്മൻ, അതായത് എന്നെ ജർമ്മൻ പഠിച്ച, ഹു വർക്ക്സ് ഇൻ കാലിക്കറ്റ്. അപ്പം ഞാൻ ഈ സെൻറ്റൻസിൽ ഇത് ഒറ്റ സെൻറ്റൻസ് ആണ് ശരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഹി എന്ന് പറയുന്ന റിപ്പിറ്റേഷനോ അല്ലെങ്കിൽ ദ ടീച്ചർ എന്ന് പറയുന്ന റിപ്പിറ്റേഷനോ കൊണ്ടുവന്നില്ല. ഹു എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ട് ഇംഗ്ലീഷിൽ റീപ്ലേസ് ചെയ്തു. ശരിക്ക് ആ വാക്കാണ് റിലാറ്റീവ് പ്രൊണോമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പറഞ്ഞു തന്നത്. ഇനി ജർമ്മനിൽ നിങ്ങൾ റിലാറ്റീവ് സാറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. സോ ഫസ്റ്റ്ലി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, റിലാറ്റീവ് സാറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റിലാറ്റീവ് പ്രൊണോമൻ്റെ ടേബിൾ പഠിക്കണം. സെക്കൻഡ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിലാറ്റീവ് സാറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിയെക്കുറിച്ച് മൾട്ടിപ്പിൾ കാര്യങ്ങൾ പറയുന്ന സമയത്തും ആ ഒരു റിപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്ത് അത് ഒരൊറ്റ സെൻറ്റൻസിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ് റിലാറ്റീവ് സാറ്റ്സ്. സോ റിലാറ്റീവ് സാറ്റ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആദ്യം റിലാറ്റീവ് പ്രൊണോമൻ്റെ ടേബിൾ അറിയണം. സോ എന്താണ് ഈ റിലാറ്റീവ് പ്രൊണോമൻ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. സോ ഫസ്റ്റ് അതും കൂടെ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. റിലാറ്റീവ് സാറ്റ്സ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആണ് റിലാറ്റീവ് പ്രൊണോമൻ. ഓക്കെ, റിലാറ്റീവ് പ്രൊണോമൻ. സോ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് റിലാറ്റീവ് പ്രൊണോമൻ. സബ്ജക്റ്റിൻ്റെ ഈ റിപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊണോമൻസ് ആണ് റിലാറ്റീവ് പ്രൊണോമൻ. അതായത് റിലാറ്റീവ് സാറ്റ്സിൽ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹി അല്ലെങ്കിൽ ഐ എന്നൊക്കെ ഉള്ള ഈ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊണോമൻ യൂസ് ചെയ്യും. അതാണ് റിലാറ്റീവ് പ്രൊണോമൻ. ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്തില്ല ഹൂ അല്ലെങ്കിൽ വിച്ച് എന്നൊക്കെ പറയുന്ന വാക്ക് വെച്ചിട്ട് നമ്മൾ ആ സബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് മൈ വാച്ച് വിച്ച് ഐ ബോട്ട് ഫ്രം ദുബായ്. ഓക്കെ, ദാറ്റ് ഈസ് മൈ വാച്ച് വിച്ച് ഐ ബോട്ട് ഫ്രം ദുബായ്. ആ വിച്ച് എന്ന് പറയുന്ന വാക്ക് ശരിക്കും അവിടെ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ആ വാച്ചിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള വാക്കുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലാറ്റീവ് പ്രൊണോമൻ എന്ന് പറയുന്നത്. സോ ആസ് ആൻ A2 സ്റ്റുഡൻറ്റ് നിങ്ങൾ ഈ ഒരു ലെവലിൽ മെയിൻലി പഠിക്കാൻ പോകുന്നത് നോമിനാറ്റീവ് കേസിലും അക്യൂസാറ്റീവ് കേസിലും വരുന്ന റിലാറ്റീവ് സാറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ നോമിനാറ്റീവിലും അക്യൂസാറ്റീവിലും വരുന്ന
റിലാറ്റീവ് പ്രൊണോമൻ്റെ ടേബിളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നോമിനാറ്റീവ്, അക്യുസാറ്റീവ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിലാറ്റീവ് പ്രൊണോമൻ സിമിലർ ടു നമ്മളുടെ ആർട്ടിക്കിളാണ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള നമ്മളുടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് സിമിലർ ആയിട്ടാണ് റിലാറ്റീവ് പ്രൊണോമൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ആർട്ടിക്കിളിൻ്റെ പോലെ ദ എന്നുള്ളതല്ല വരുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വിച്ച് നോ, ഹൂ നോ, വാട്ട് എന്നൊക്കെയുള്ള അർത്ഥമായിരിക്കും വരുന്നത്. സോ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ടേബിളാണ് A2 നോമിനാറ്റീവിലും അക്യുസാറ്റീവിലും റിലാറ്റീവ് പ്രൊണോമൻസ് എങ്ങനെയാണ് വരുന്നത്. സോ മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം, പ്ലൂരൽ. സോ നോമിനാറ്റീവിൽ മസ്കുലിൻ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട റിലാറ്റീവ് പ്രൊണോമൻ ദർ ആണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫെമിൻ ആണെങ്കിൽ നിങ്ങൾ ദി എന്ന് പറയുന്ന റിലാറ്റീവ് പ്രൊണോമൻ യൂസ് ചെയ്യണം. നോയിട്രം ആണെങ്കിൽ ദാസ് യൂസ് ചെയ്യണം. പ്ലൂരൽ ആണെങ്കിൽ ദി യൂസ് ചെയ്യണം. ഇനി അക്യുസാറ്റീവ് കേസിലാണെങ്കിൽ മസ്കുലിൻ വരുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട റിലാറ്റീവ് പ്രൊണോമൻ ദെൻ. ഇനി ഫെമിനിൻ ആണെങ്കിൽ ദി, നോയിട്രം ആണെങ്കിൽ ദസ്, പ്ലൂരൽ ആണെങ്കിൽ ദി. സോ ഈ ഒരു ടേബിളാണ് നിങ്ങൾ A2 ലെവലിൽ പഠിക്കേണ്ടത്. ഓക്കെ, A2 ലെവലിൽ നിങ്ങൾ പഠിക്കേണ്ട ടേബിളാണ്. അല്ലെങ്കിൽ A2 ലെവലിൽ നിങ്ങൾ റിലാറ്റീവ് സാറ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട റിലാറ്റീവ് പ്രൊണോമൻസ് ആണ് നോമിനാറ്റീവിലും അക്യുസാറ്റീവിലും വരുന്ന റിലാറ്റീവ് പ്രൊണോമൻസ്. ഇത് ശരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നോമിനാറ്റീവിൽ സെയിം ആസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അക്യുസാറ്റീവിൽ നിങ്ങൾക്ക് അറിയാം മസ്കുലിൻ ആർട്ടിക്കിൾ ദർ ചേഞ്ച് ആകുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ആർട്ടിക്കിൾസ് അല്ല, ഇത് റിലാറ്റീവ് പ്രൊണോമൻ ആണ്. അതായത് ഇതിൻ്റെ അർത്ഥം ദ എന്ന് പറയുന്ന അർത്ഥമല്ല വരുന്നത്. ഇത് നമ്മുടെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വിച്ച് നോ, ഹൂ നോ, വാട്ട് എന്നൊക്കെ പറയുന്ന അർത്ഥങ്ങളായിട്ടായിരിക്കും വരുന്നത്. ഇനി എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് 2 സെൻറ്റൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈ ഫ്രണ്ട്, ഹി ലീവ്സ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് പറയേണ്ടതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സെൻറ്റൻസിലും ഞാൻ ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം റിലാറ്റീവ് സാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ച് മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ റിലാറ്റീവ് സാറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നത് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ്. സോ ദാറ്റ് ഈസ് മൈ ഫ്രണ്ട്. പിന്നെ ഈ മൈ ഫ്രണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന നെക്സ്റ്റ് വാക്കാണ് ഹി എന്ന് പറയുന്നത്. സോ 2 സെൻറ്റൻസിലും പറയുന്നത് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ്. സോ അത് നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യും. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് 1 ഇത് മറന്നു പോകരുത്. 2 സെൻറ്റൻസിലും നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ ആരെ കുറിച്ചിട്ടാണോ പറയുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. സോ ഞാനത് നോട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസിൻ്റെ റിലാറ്റീവ് സാറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് മൈ ഫ്രണ്ട് ഹൂ ലീവ്സ് ഇൻ ബാംഗ്ലൂർ. പക്ഷേ ജർമ്മനിൽ വരുന്ന സമയത്ത് ഈ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫസ്റ്റ് സെൻറ്റൻസ് അതായത് ആദ്യത്തെ സെൻറ്റൻസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ എഴുതാം. ദസ് ഇസ്റ്റ് മൈൻ ഫ്രോയിൻഡ്. ദസ് ഇസ്റ്റ് മൈൻ ഫ്രോയിൻഡ്. കുറേ ആൾക്കാർ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും എന്തുകൊണ്ട് മൈൻ ആൻഡ് ഫ്രോയിൻഡ് വന്നില്ല. ഇവിടെ ഇത് അക്യുസാറ്റീവ് ഒന്നും അല്ലല്ലോ. ദസ് ഇസ്റ്റ് മൈൻ ഫ്രോയിൻഡ് എന്ന് പറയുന്ന സാധാ നോമിനാറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം ഈസ് എന്നുള്ള സൈൻ വേർബ് ആണ് വന്നിട്ടുള്ളത്. സോ ദസ് ഇസ് മൈൻ ഫ്രോയിൻഡ് അതുപോലെ തന്നെ എഴുതി. ഇനി റൂൾ നമ്പർ 1 ശ്രദ്ധിക്കുക, കോമ. ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ ചേർക്കുക എന്നുള്ളതാണ് റൂൾ നമ്പർ 1. ഇവിടുത്തെ ഫസ്റ്റ് റൂളായിട്ട് വരുന്നത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാണ് റൂൾ നമ്പർ 1. ഫസ്റ്റ് സെൻറ്റൻസ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ ചേർക്കുക. ദസ് ഇസ് മൈൻ ഫ്രോയിൻഡ്, കോമ. ഇനി നമുക്ക് എഴുതാനുള്ള സെൻറ്റൻസ് ആണ് ഹി ലീവ്സ് ഇൻ ബാംഗ്ലൂർ. ഈ ഒരു സെൻറ്റൻസ് റിലാറ്റീവ് സാറ്റ്സ് ആക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, റിപ്പീറ്റേഷൻ ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. അതായത് എയർ വോണ്ട് ഇൻ ബാംഗ്ലൂർ എന്നുള്ള ആ എർ ഒഴിവാക്കണം. അതായത് ആ മൈ ഫ്രണ്ടിൻ്റെ പകരം വരുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൽ ഹി ലീവ്സ് ഇൻ ബാംഗ്ലൂരിൽ ഹി എന്ന് പറയുന്ന വാക്ക് അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ആ വാക്ക് ഏത് കേസാണ് എടുക്കുന്നത്? നോമിനാറ്റീവ് ആണോ, അക്യുസാറ്റീവ് ആണോ, ഡാറ്റീവ്? ഇവിടെയാണ് നമ്മളത് നോക്കേണ്ടത്. അതായത് ആ സെക്കൻഡ് സെൻറ്റൻസിൽ നമ്മൾ റിലാറ്റീവ് പ്രൊണോമൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ വസ്തു ഏത് കേസ് എടുക്കുന്നു എന്നുള്ളത് നോക്കേണ്ടത്. ഇപ്പോൾ ഹി ലീവ്സ് ഇൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിൽ ഹി എന്ന് പറയുന്നത് ഏത് കേസ് എടുക്കുന്നു? നോമിനാറ്റീവ് ആണോ, അക്യുസാറ്റീവ് ആണോ? സോ ഓഫ് കോഴ്സ് ഇവിടെ എടുക്കുന്നത് നോമിനാറ്റീവ്. കാരണം ഹി അവിടെ വരുന്നത് സബ്ജക്റ്റ് ആയിട്ടാണ്. ഫസ്റ്റ് സെൻറ്റൻസിനെ കുറിച്ച് നിങ്ങൾ നോക്കിയേ വേണ്ട, സെക്കൻഡ് സെൻറ്റൻസിൻ്റെ കേസാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്?
ഈ ഒരു സബ്ജക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റിലേറ്റീവ് പ്രൊണോമൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും ഓർത്ത് വെക്കുക. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ റിലേറ്റീവ് പ്രൊണോമൻ യൂസ് ചെയ്യുന്നേ ഇല്ല, അത് അതുപോലെ എഴുതുകയാണ്. ദസ് ഇസ് മൈൻ ഫ്രണ്ട്, കോമ. ഇനി ആ കോമ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ് പ്രൊണോമൻ ആഡ് ചെയ്യുന്നത്. സോ അവിടെ നിങ്ങൾ നോക്കേണ്ട ഇത്രയാണ്, ഹീ ലീവ്സ് ഇൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന സെൻറ്റൻസിൽ ആ ഹീ എന്നുള്ള വാക്കിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതവിടെ നോമിനാറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ മൈ ഫ്രണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന വാക്കാണത്, അതായത് മസ്കുലിൻ ആണ്. സോ നിങ്ങൾ ടേബിൾ നോക്കുക, നോമിനാറ്റീവിൽ മസ്കുലിൻ വരുന്ന റിലേറ്റീവ് പ്രൊണോമൻ ആണ് ദർ. സോ ഞാനിവിടെ ആഡ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊണോമനും ദർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിലേറ്റീവ് പ്രൊണോമൻ യൂസ് ചെയ്ത സെൻറ്റൻസിലെ വേർബ് ലാസ്റ്റ് പൊസിഷനിൽ പോകണം കോൺജുഗേറ്റ് ചെയ്തിട്ട്. സോ ദർ ഇൻ ബാംഗ്ലൂർ want. Okay, thus is mine friend there in Bangalore want. ഇനി ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. സ്റ്റെപ്പ് നമ്പർ 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സബ്ജക്റ്റിനെയാണ് നമ്മൾക്ക് വേണ്ടതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഏത് സബ്ജക്റ്റിനാണ് റിപ്പീറ്റേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സൺ ഏതാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഐഡൻറ്റിഫൈ ദ റിപ്പീറ്റഡ് ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മളിവിടെ ചെയ്തു, ഫ്രണ്ട് എന്ന് പറയുന്ന വാക്കാണെന്നുള്ളത്. സോ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റൂൾസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ റൂൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഫസ്റ്റിലെ സെൻറ്റൻസ് നിങ്ങൾ അതുപോലെ തന്നെ എഴുതുക, എന്നിട്ട് കോമ ചേർക്കുക. ഓക്കെ, സോ യൂസ് കോമ ആഫ്റ്റർ ദ ഫസ്റ്റ് സെൻറ്റൻസ്. ഓക്കെ, ഫസ്റ്റ് ഡയറക്റ്റ് സെൻറ്റൻസ്, അതായത് ഡയറക്റ്റ് ആ ഒരു സബ്ജക്റ്റ് വരുന്ന സെൻറ്റൻസിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കോമ ചേർക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ ദാറ്റ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ ശേഷം നിങ്ങൾ കോമ ചേർത്ത്. യൂസ് കോമ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡയറക്റ്റ് സെൻറ്റൻസ്. ഇത് റൂൾ നമ്പർ 1. ഓക്കെ, ഇത് സിമ്പിൾ ഇതിലാട്ടോ പറഞ്ഞു തരുന്നത്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സെൻറ്റൻസിലാണ്, കാരണം അവിടുത്തെ സബ്ജക്റ്റിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് നോക്കുക. ഓക്കെ, കേസ് ഓർഡർ കാസൂസ് ഓഫ് സെക്കൻഡ് സെൻറ്റൻസ്. ഓക്കെ, അതായത് രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ കേസ് അല്ലെങ്കിൽ കാസൂസ് അത് നോമിനാറ്റീവ് ആണോ അക്യൂസാറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക? ആ സെൻറ്റൻസിൽ ആ പറഞ്ഞ നമ്മൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് നോക്കുക. സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നോമിനാറ്റീവിൻ്റെ റിലേറ്റീവ് പ്രൊണോമൻ യൂസ് ചെയ്യുക. ഒബ്ജക്റ്റ് ആയിട്ട്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അക്യൂസാറ്റീവിൻ്റെ റിലേറ്റീവ് പ്രൊണോമൻ യൂസ് ചെയ്യുക. സോ അങ്ങനെയാണ് കാസൂസ് കണ്ടുപിടിക്കുക. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വൺസ് നമ്മൾ കേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ റിലേറ്റീവ് പ്രൊണോമൻ. ഓക്കെ, നമുക്ക് കാസൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റീവ് പ്രൊണോമൻ ഏതാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദർ ആണോ, ദാസ് ആണോ, ദി ആണോ, അല്ലെങ്കിൽ ദെൻ ആണോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ റിലേറ്റീവ് പ്രൊണോമൻ. ഇനി നാലാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ദ റിലേറ്റീവ് പ്രൊണോമൻ ആഫ്റ്റർ ദ കോമ. ഓക്കെ, കോമയ്ക്ക് ശേഷം ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് റിലേറ്റീവ് പ്രൊണോമൻ ആണ്. സോ ഇപ്പം നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് ദസ് ഇസ് മൈൻ ഫ്രണ്ട്, കോമ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരേണ്ടത് ആ റിലേറ്റീവ് പ്രൊണോമൻ ആണ്. അതായത് ദർ ആണോ, ദാസ് ആണോ, ദി ആണോ, ദെൻ ആണോ എന്നുള്ളത്. റൈറ്റ് ദ റിലേറ്റീവ് പ്രൊണോമൻ ആഫ്റ്റർ ദ കോമ. ഇനി നെക്സ്റ്റ് റൂളായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാം, ഈ സെൻറ്റൻസിൽ വേർബ് എൻഡ് അത് കോൺജുഗേറ്റ് ചെയ്യണം. ഓക്കെ, അവിടുത്തെ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ട് വേണം ലാസ്റ്റിലോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിലേറ്റീവ് സാറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. zum Beispiel ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നോക്കാം. zum Beispiel ഇപ്പോൾ സെൻറ്റൻസ് ഇതാണെന്ന് വിചാരിക്കാം.
Ich habe einen Computer gekauft. Der Computer funktioniert sehr schnell. Der Computer funktioniert sehr schnell. സോ ഇവിടെ രണ്ട് സെൻറ്റൻസ് ഉണ്ട്. Ich habe einen Computer gekauft. Der Computer funktioniert sehr schnell. ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. കമ്പ്യൂട്ടർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് റിലേറ്റീവ് സാറ്റ്സ് വെച്ചിട്ട് എങ്ങനെ എഴുതാം? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? യൂസ് കോമ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡയറക്റ്റ് സെൻറ്റൻസ്. സോ ആദ്യത്തെ ഡയറക്റ്റ് സെൻറ്റൻസ് നമ്മൾ അതുപോലെ എഴുതുകയാണ്. Ich habe einen Computer. Ich habe einen Computer gekauft. Ich habe einen Computer gekauft, comma. So first rule നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി സെക്കൻഡ് റൂള് കേസ് ഓർഡർ കാസസ് ഓഫ് സെക്കൻഡ് സെൻറ്റൻസ്. അതായത് രണ്ടാമത്തെ സെൻറ്റൻസ് their computer funktioniert sehr schnell. their computer funktioniert sehr schnell. ഇതിൽ ഏതാണ് കേസ് എടുക്കുന്നത്? സോ രണ്ട് സെൻറ്റൻസിൽ നിങ്ങൾക്ക് അറിയാം പറയുന്നത് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, einen Computer, their computer. സോ സെക്കൻഡ് സെൻറ്റൻസിൽ കമ്പ്യൂട്ടർ ഏത് കേസ് എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. ചില ആളുകൾ ഫസ്റ്റ് സെൻറ്റൻസിൽ einen കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് ഇത് അക്യൂസാറ്റീവ് ആണ് എന്ന് വിചാരിക്കും. അല്ല, സെക്കൻഡ് സെൻറ്റൻസിൽ കമ്പ്യൂട്ടർ ഏത് കേസാണ് എടുക്കുന്നത്? സെക്കൻഡ് സെൻറ്റൻസ് നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ എടുക്കുന്നത് ഏത് കേസാണ്? സബ്ജക്റ്റ്, അതായത് നോമിനാറ്റീവ് ആണ്. കാരണം their computer funktioniert sehr schnell. അവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് their computer. സോ ഫസ്റ്റ് സെൻറ്റൻസിൽ einen കമ്പ്യൂട്ടർ കണ്ടിട്ട് ഇത് അക്യൂസാറ്റീവ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. സെക്കൻഡ് സെൻറ്റൻസിൽ ഏത് കേസാണ് എടുക്കുന്നത് നോക്കുക. സോ their computer അവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്, അതായത് നോമിനാറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നോമിനാറ്റീവിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മസ്കുലിനാണ്. സോ ടേബിൾ നോക്കുക, നോമിനാറ്റീവ് മസ്കുലിൻ their. സോ അതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ റിലേറ്റീവ് പ്രൊണോമൻ. റിലേറ്റീവ് പ്രൊണോമൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി there. കാരണം എന്താ? സെക്കൻഡ് സെൻറ്റൻസിൽ കമ്പ്യൂട്ടർ വന്ന സബ്ജക്റ്റ് നോമിനാറ്റീവ് ആയിട്ടാണ്, കമ്പ്യൂട്ടർ മസ്കുലിൻ ഒബ്ജക്റ്റ് ആണ്. സോ മസ്കുലിനിൽ നോമിനാറ്റീവ്, അതാണ് there. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ റിലേറ്റീവ് പ്രൊണോമിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? റൈറ്റ് ദ റിലേറ്റീവ് പ്രൊണോമൻ ആഫ്റ്റർ ദ കോമ. അത് നമ്മൾ എഴുതി, കോമയ്ക്ക് ശേഷം റിലേറ്റീവ് പ്രൊണോമൻ എഴുതി. ഇനി വേർബ് എൻഡ് കോൺജുഗേറ്റ് ചെയ്ത്. ഇനി ഈ സെൻറ്റൻസിലെ വേർബാണ് funktioniert. അതെന്ത് ചെയ്യണം? അതേപോലെ ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് എഴുതണം. സോ there sehr schnell funktioniert. ഓക്കെ, സോ there sehr schnell funktioniert. അപ്പോൾ ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ റിലേറ്റീവ് സാറ്റ്സ് ആയിട്ട് വരുന്നത്. Ich habe einen Computer gekauft, der sehr schnell funktioniert. ഇനി അക്യൂസാറ്റീവിൽ വരുന്ന ഒരു ബൈഷ്പിയിലൂടെ ഇതിൽ കാണിച്ചു തരാം. ഇപ്പോൾ zum Beispiel das ist mein Freund. Ich habe ihn gestern getroffen. Okay, so രണ്ട് സെൻറ്റൻസ് ഉണ്ട്. That's my friend. Ich habe ihn gestern getroffen. I met him yesterday. സോ ഈ രണ്ട് സെൻറ്റൻസ് നമ്മൾ റിലേറ്റീവ് സാറ്റ്സ് വെച്ചിട്ട് എഴുതാൻ പോവാണ്. സോ ഫസ്റ്റ്ലി രണ്ട് സെൻറ്റൻസിലും റിപ്പീറ്റേഷൻ ഉണ്ട്. ഒരാളെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, mein Freund. അപ്പോൾ അത് ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ mein Freund വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസിൽ മൈ ഫ്രണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇൻ എന്ന് പറയുന്ന വാക്കാണ്. അതെൻ്റെ ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ ഫ്രണ്ടിനെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ പറയുന്നത്. സോ ഇവിടെ എങ്ങനെ റിലേറ്റീവ് സാറ്റ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം? സോ das ist mein Freund. നമ്മളെ ഫസ്റ്റ് റൂൾ, അതായത് കൊടുത്തിരിക്കുന്ന ഡയറക്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഫസ്റ്റിൽ ഡയറക്റ്റ് സെൻറ്റൻസ് അതുപോലെ എഴുതിയിട്ട് കോമ ചേർക്കുക. das ist mein Freund, കോമ. ഇനി ich habe ihn gestern getroffen. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് രണ്ടാമത്തത് കേസ് ഓർഡർ കാസസ് ഓഫ് സെക്കൻഡ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസ് ich habe ihn gestern getroffen.
ഇവിടെ ഈ മൈ ഫ്രണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന വാക്കാണ് എന്ത്? ഇൻ. അതവിടെ എന്തായിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതവിടെ ഏത് കേസാണ് എടുക്കുന്നത്? അതവിടെ സബ്ജക്റ്റ് ആണോ, അക്യുസാറ്റീവ് ആണോ, അല്ലെങ്കിൽ ഡാറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഈ ഒരു സെന്റൻസ് നോക്കുന്ന സമയത്ത് ഇഷ് ആണ് ഇവിടുത്തെ എന്ത്? സബ്ജക്റ്റ്. സോ നോമിനാറ്റീവ് അല്ല. ഹാബ് ഗെത്രോഫൻ, ഗെത്രോഫൻ എന്നുള്ള വേർബിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ് ഇൻ അല്ലെങ്കിൽ ഹിം. ഇവിടെ അക്യുസാറ്റീവ് ആയിട്ടാണ് ആര് വന്നിട്ടുള്ളത്? മൈ ഫ്രണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ഇൻ വന്നിട്ടുള്ളത്. സോ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഇവിടെ സബ്ജക്റ്റ് നോമിനാറ്റീവ് അല്ല വന്നത്. നോമിനാറ്റീവ് പൊസിഷനിൽ ആരാ? ഇഷ് ആണുള്ളത്. ഇഷ് ഹാബ് ഇൻ ഗസ്റ്റോൺ ഗെത്രോഫൻ, ഐ മെറ്റ് ഹിം. മെറ്റ് എന്ന് പറയുന്ന വേർബ് കഴിഞ്ഞിട്ടാണ് ഹിം വന്നത്. സോ അക്യുസാറ്റീവ് വെർബാണ് എന്ത്? ഗെത്രോഫൻ. അത് കഴിഞ്ഞിട്ടാണ് ഹിം വന്നിട്ടുള്ളത്. സോ ഹിം എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൈ ഫ്രണ്ടിനെ അവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അത് അക്യുസാറ്റീവ് കേസാണ് എടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്യുസാറ്റീവ് കേസാണ്. ഇനി ഏതാണ്? മസ്കുലിൻ ആണോ, ഫെമിനിൻ ആണോ, നോയിട്രം ആണോ, പ്ലൂറൽ ആണോ? മൈ ഫ്രണ്ട്, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ മസ്കുലിൻ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? മസ്കുലിനിൽ അക്യുസാറ്റീവ് നമ്മളുടെ ടേബിൾ നോക്കുക. മസ്കുലിൻ അക്യുസാറ്റീവ് അതാണ് ദേൻ. ഓക്കെ. സോ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് ഐഡന്റിഫൈ. റിലാറ്റീവ് പ്രൊണോമിൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ദെൻ ആണ് ഇനി റിലാറ്റീവ് പ്രൊണോമിൻ എന്ത് ചെയ്യണം? കോമയ്ക്ക് ശേഷം നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ദസ് ഇസ് മൈൻ ഫ്രണ്ട് ദേൻ. ഇനി ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. വെർബിന് എന്ത് ചെയ്യണം? ലാസ്റ്റ് കൊണ്ടുപോവുക. ഇഷ് ഹാബ് ഇൻ ഗസ്റ്റൺ ഗെത്രോഫൻ, ഇതിലെ വേർബാണ് ഹാബ്, കാരണം കോൺജുഗേറ്റ് ചെയ്ത് ഇതാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് കൊണ്ടുപോവുക. സോ ദേൻ ഇഷ് ഗസ്റ്റൺ ഗെത്രോഫൻ, then ich gestern getroffen habe. Okay, then ich gestern getroffen habe. Das ist mein Freund, then ich gestern getroffen habe. സോ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റ്ലീസ്റ്റ് A2-ൻ്റെ ബിഗിനിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റുക? റിലാറ്റീവ് ആർട്സ് ഫോം ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടെ തരുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റിലാറ്റീവ് ആർട്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ച് മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന സമയത്ത്, എസ്പെഷ്യലി 2-3 സെൻറ്റൻസുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. അതിനാണ് റിലാറ്റീവ് ആർട്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു ആർട്ടിക്കിൾസ്. നമ്മൾ ആർട്ടിക്കിളിൻ്റെ പോലെ തന്നെ സിമിലർ ആണ്, ബട്ട് അർത്ഥം ഡിഫറെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ആ ടേബിൾ പഠിച്ച് വെക്കുക. നോമിനാറ്റീവിലും അക്യുസാറ്റീവിലും വരുന്ന റിലാറ്റീവ് പ്രൊണോമിൻസ് ഏതൊക്കെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് ബൈ ഹേർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പിറ്റേഷൻ വരുന്ന വാക്ക് ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യുക. അത് വസ്തുവാണോ വ്യക്തിയാണോ എന്നുള്ളത് നോട്ട് ചെയ്യുക. അത് സെക്കൻഡ് സെൻറ്റൻസിൽ എടുക്കുന്ന കേസ് ഏതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ആ കേസിനനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ റിലാറ്റീവ് പ്രൊണോമിൻ ഐഡൻറ്റിഫൈ ചെയ്യുക, കോമയ്ക്ക് ശേഷം റിലാറ്റീവ് പ്രൊണോമിൻ ആഡ് ചെയ്യുക, എന്നിട്ട് ആ സെൻറ്റൻസിലെ വേർബ് ലാസ്റ്റിൽ പ്ലേസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബിഗിനർ ആയിട്ട് റിലാറ്റീവ് ആർട്സ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആയിട്ട്, അതായത് ഡാറ്റീവിൽ എങ്ങനെ വരും, പിന്നെ ഗെനിറ്റീവിൽ എങ്ങനെ വരും, അതുപോലെ തന്നെ ചില സെൻറ്റൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദെയർ, ഫ്രോയിൻറ്റ്, ദെയർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ എങ്ങനെ എഴുതാന്നുള്ളത് നിങ്ങൾ B1 ലെവലെത്തുമ്പോൾ നിങ്ങൾ പഠിക്കും. ഇപ്പം നിങ്ങൾ A2-ൻ്റെ ഒരു ബിഗിനിങ് ആയിട്ട് ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് റിലാറ്റീവ് ആർട്സ്, ഇതിൻ്റെ റൂൾ എന്താണ്, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, റിലാറ്റീവ് പ്രൊണോമിൻ എന്താണ്, പിന്നെ ഇത് വെച്ചിട്ട് ബേസിക് സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള. സോ ഇത്രയും കാര്യങ്ങൾ റിലാറ്റീവ് ആർട്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ അടുത്തുള്ള ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ചിട്ടോ റിലാറ്റീവ് ആർട്സ് വെച്ചിട്ട് പറയാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഫോണിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയാണ് ദാറ്റ് ഈസ് മൈ ഫോൺ, ദാറ്റ് ഈസ് ബ്ലാക്ക് കളർ, അല്ലെങ്കിൽ മൈ ഫോൺ ഈസ് ബ്ലാക്ക് കളർ. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെ റിലാറ്റീവ് ആർട്സിൽ പറയാൻ പറ്റും? ദസ് ഇസ് മൈൻ ഹാൻഡി. ഇനി ഹാൻഡിനെ കുറിച്ചാണ് മൈ ഫോൺ ഈസ് ബ്ലാക്ക് കളർ. അപ്പം മൈ ഫോൺ അവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്. സോ നോമിനാറ്റീവിൽ എന്താ പറയുക? നോയിട്രം, ദാസ് ആണ്. അപ്പോൾ ദസ് ഇസ് മൈൻ ഹാൻഡി, ദസ് ഷ്വാർസ് ഫാർബ് ഇസ്റ്റ്, ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഷ്വാർസ് ഇസ്റ്റ്. ഓക്കെ, വെർബിനെ ലാസ്റ്റ് കൊണ്ടുപോയി. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത പേഴ്സൺസിനെ കുറിച്ചിട്ട് സിമ്പിൾ റിലാറ്റീവ് ആർട്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു എപ്പിസോഡിന് ശേഷം ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഇത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ട് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഇത് പ്രാക്ടിക്കൽ ആക്കണം നിങ്ങൾ ലൈഫിൽ, എങ്കിലേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. സോ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഞാൻ തന്ന എക്സാമ്പിൾസ് ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ രീതിയിലുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് റിലാറ്റീവ് ആർട്സിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിയാനുള്ളത്.